എൻ്റെ പേര് അജിത. ഞാൻ ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയിൽ നിന്ന് വരുന്നു. ഞാൻ എൻ്റെ ചേച്ചിക്ക് വേണ്ടി, എൻ്റെ ചേച്ചിയുടെ ഭർത്താവ്, അതിനു വേണ്ടിയാണ് ഇവിടെ സാക്ഷ്യം പറയാൻ വന്നത്. ഞാൻ 2023 11-ാം മാസം ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്ന് ഞാൻ അന്ന് ഉടമ്പടി എടുത്തിട്ട് പോയി. ഉടമ്പടി എടുത്ത് ഇവിടെ പോകുമ്പം ഭയങ്കര ജനമായിരുന്നു. അപ്പോൾ ഉടമ്പടി എടുക്കുമ്പം തന്നെ ഇവിടെ നിന്ന് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു, നിങ്ങളുടെ ഉടമ്പടി വസ്തുക്കൾ നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കണം, നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം, അതുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ ഇറങ്ങുമ്പോഴെല്ലാം ഇത് പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ എനിക്ക് തന്ന പേപ്പറിനകത്ത് ഞാൻ എൻ്റെ ബുക്ക് വെച്ചാണ് ഞാൻ ഇറങ്ങി പോകുന്നത്. സൂക്ഷിച്ച് കയ്യിൽ തന്നെ ഞാൻ വെച്ചുകൊണ്ട് ഞാൻ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിക്കാനായിട്ട് എടുക്കുമ്പോൾ എനിക്ക് തന്ന ബുക്കില്ലായിരുന്നു. ഇവിടുന്ന് നഷ്ടപ്പെട്ടതാകാമെന്ന് ഞാൻ കരുതി ഞാൻ അതുപോലെ വിളിച്ച് പ്രാർത്ഥിച്ചു. എനിക്ക് സഞ്ചാരി മാതാവല്ലേ, എനിക്കിത് കാണിച്ചു തരണേ, എനിക്കിനി ഇവിടെ വരാൻ പറ്റില്ലല്ലോ എന്നോർത്ത് ഞാൻ ഒത്തിരി കരഞ്ഞു പ്രാർത്ഥിച്ചു. വൈകിട്ട് 8:30 എൻ്റെ മോന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വണ്ടിക്കകത്ത് ഈ ബുക്ക് ഇരിപ്പുണ്ട്, അമ്മ സങ്കടപ്പെടേണ്ട, അമ്മ പ്രാർത്ഥിച്ചു, ഈ ബുക്കും കൊണ്ട് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് എനിക്ക് 8:30 ഈ ബുക്ക് എനിക്ക് തന്നു. 3, 4, 5 ദിവസം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ചേട്ടായിക്ക്, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പനി വരുമായിരുന്നു. ചേട്ടായിയെ കൊണ്ടുപോയി ആശുപത്രി കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ വായിക്കകത്തൊരു ചെറിയ കുരു വന്നിട്ടുണ്ട് എന്ന് ചേട്ടായി പറഞ്ഞു. അപ്പോൾ അവരത് ബയോപ്സിക്ക് അയച്ചായിരുന്നു, നാവിലാണേ. അപ്പോൾ ബയോപ്സിക്ക് അയച്ചപ്പം ബയോപ്സി റിസൾട്ട് വന്നു. ഞാനിവിടുന്ന് ഉടമ്പടി എടുത്ത് പോയി 3-4 ദിവസം കഴിഞ്ഞപ്പോഴാണ് റിസൾട്ട് വരുന്നത്. റിസൾട്ടിനകത്ത് പോസിറ്റീവാണ് എന്നറിഞ്ഞു. അപ്പം സാമ്പത്തികമായിട്ട് നല്ല ബുദ്ധിമുട്ടുള്ള ഫാമിലിയാണ്. അപ്പം ചേച്ചിയുടെ 2 പിള്ളേർ, ഒരാൾ അയർലൻഡിൽ, ഒരാൾ ഇംഗ്ലണ്ടിൽ. അയർലൻഡിൽ മോളാണ്, മോളെ കെട്ടിച്ചു വിട്ടതാണ്. മോൻ പോയിട്ട് 2-3 മാസമേ ആയിട്ടുള്ളായിരുന്നു. കടമൊക്കെ മേടിച്ചാണ് ഇംഗ്ലണ്ടിന് വിട്ടത്. അപ്പം ചേട്ടായിയെ ചികിത്സിക്കാൻ സാമ്പത്തികമായിട്ട് അവരെ കൊണ്ട് സാധിക്കുന്നില്ലായിരുന്നു. അപ്പോൾ എന്നോട് ഇങ്ങനെ വിളിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് എങ്ങനെയോ ഒരു ധൈര്യം വന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങളെന്തായാലും രാവിലെ വാ എൻ്റെ അടുത്ത്, നമുക്ക് പറ്റുന്നത് പോലെ നമുക്ക് എല്ലാവർക്കും സഹായിക്കാം, ഓപ്പറേഷൻ എത്രയും പെട്ടെന്ന് ചെയ്യാം, നിങ്ങൾ വരാൻ പറഞ്ഞു. ഞാനങ്ങനെ ഇവരെ വിളിച്ചു വരുത്തി. നേരെ രാവിലെ 10:30 ഇവർ എൻ്റെ അടുത്ത് വന്നു. ഞാനപ്പം 20 ഏക്കറിൽ അവിടെ തൊട്ടടുത്തൊരു ഗവൺമെൻറ് ആശുപത്രി ഉണ്ട്, അവിടെ ഒരു ഹെൽത്തിൽ സാറുണ്ട് ഇൻഷുർ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ പ്ലാൻ ഇരുന്നത് അവിടെ ചെന്ന് പറഞ്ഞാൽ ചേട്ടായുടെ പേരിൽ ഒരു ഇൻഷുറൻസ് എടുക്കുവാണ് എങ്കിൽ പൈസ ചികിത്സാ സഹായം കിട്ടുമല്ലോ എന്നോർത്തു. ഞാൻ മാതാവിനെ കൈ പിടിച്ചുകൊണ്ട് കാശ് രൂപ എൻ്റെ കൈ ഞാൻ പിടിച്ചിട്ടാണ് ചേട്ടായിനെയും കൊണ്ട് ഞാൻ ഈ ഹോസ്പിറ്റലിൽ ചെന്നത്. അവിടെ ചെന്ന് ചേട്ടായിയുടെ റിസൾട്ടെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ NRI അക്കൗണ്ടാണ്, ഒരു കാരണവശാലും ചേട്ടായിക്ക് ഈ ഇൻഷുറൻസ് കിട്ടത്തില്ല. അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ഒരു നിവൃത്തി ഇല്ലാഞ്ഞിട്ടാണല്ലോ ഞാൻ അവരെയും കൊണ്ടുവന്നത്, ഞാൻ എൻ്റെ പ്രാർത്ഥന കേൾക്കണമെന്ന് പ്രാർത്ഥിച്ചു. അന്നേരം സാറ് പറഞ്ഞു, ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ, എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോ നോക്കാം നമുക്ക് എന്ന് പറഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോൾ 4 മണിക്ക് മുമ്പ് ഇത് വില്ലേജിൽ നിന്ന് ഇവരുടെ പേരിൽ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്ന് തരുവാണ് എങ്കിൽ വേറൊരു ഇൻഷുറൻസിന് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. അത് 2-3 ദിവസത്തേക്കങ്ങ് ശരിയാക്കി തരാം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കറിയില്ല, എനിക്ക് എവിടുന്നാണ് വന്നേ എനിക്കറിയത്തില്ല. ഇവർ ചെന്നാലേ ഈ വരുമാന സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞു 4 മണിക്ക് മുമ്പ് ഞാൻ ഇതിവിടെ എത്തിച്ചേക്കാമെന്ന് പറഞ്ഞ് ഞാൻ ഇവരെയും കൊണ്ട് ഞാൻ പോവുകയാണ്. അപ്പോൾ അവിടെ കഴിഞ്ഞപ്പോൾ ഇവരുടെ വില്ലേജിൽ ഞാൻ ചോദിച്ചാൽ ഒരു വരുമാന സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷ, എനിക്കറിയില്ലായിരുന്നു അങ്ങനെ കിട്ടത്തില്ല എന്ന്. പക്ഷേ ഞാൻ അവിടെ ഇങ്ങനെ വില്ലേജിൽ വിളിച്ച് പറഞ്ഞേപ്പിച്ച് അക്ഷയ വഴി അപേക്ഷ ചെയ്യണമെന്ന് പറഞ്ഞു. അത് 1.5 ദിവസത്തെ താമസം വേണമെന്ന് പറഞ്ഞു. ചേട്ടായിക്ക് പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുകയും ചെയ്യേണ്ടതാണ്. അപ്പം ഞാൻ വീണ്ടും അവരെ വിളിച്ച് പറയുകയും അങ്ങനെയെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു 1:30 ആയപ്പോഴത്തേക്കിനും വരുമാന സർട്ടിഫിക്കറ്റ് തരാം, നേരിട്ട് തരാമെന്ന് പറഞ്ഞ് വിളിച്ചെന്നെ. ഇവരുടെ പേരിലുള്ള സർട്ടിഫിക്കറ്റ് പോയി മേടിച്ചത് ഞാനാണ്. ഇവരെ ഹോസ്പിറ്റലിൽ തന്നെ ഇരുത്തിട്ട് ഞാൻ പോയി വരുമാന സർട്ടിഫിക്കറ്റ് മേടിച്ച് കൊണ്ടുവന്ന് 4 മണി ആയപ്പോഴത്തേക്കിനും ഞാനിത് കൊടുത്ത് അവർ പറഞ്ഞു പേപ്പറെല്ലാം ശരിയായിട്ടുണ്ട്, പോയി അഡ്മിറ്റ് ആയിക്കോളാൻ പറഞ്ഞു. ഹോസ്പിറ്റലിൽ ചെന്ന് അഡ്മിറ്റ് ആകുമ്പം ഇവരുടെ പേരിൽ അങ്ങനെ ഒരു ഫണ്ട് വന്നിട്ടില്ല എന്ന് പറയുന്നു. പൈസയൊന്നും റെഡി ആയിട്ടില്ല. 1 മാസം മുമ്പുള്ളത് മുതൽ ബെൻഡിങ്ങേ കിടക്കുവാണ്. ഇവർക്ക് പിന്നെ എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് ശരിയാവുന്നേ എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ തന്നെ പോയി അവിടെ ചെന്ന് ഈ സാറിനെ കണ്ടു പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ കമ്പ്യൂട്ടറിൽ മുഴുവൻ ഡീറ്റെയിൽ എടുത്ത് തന്നു. ചേട്ടായിക്ക് ചികിത്സിക്കാനുള്ള പൈസകളെല്ലാം അക്കൗണ്ടിൽ അവരുടെ ഇത് വന്നതായിട്ട് മൊത്തം കാണിച്ച് എത്രയും പെട്ടെന്ന് അഡ്മിറ്റ് ആയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ചേട്ടായിയെ കൊണ്ട് അഡ്മിറ്റ് ആകാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ ഇവിടുന്ന് തന്ന ഉടമ്പടി തൈലവും
ഉപ്പും എല്ലാം കൊണ്ട് ഞാൻ ചേട്ടായിയെ കാണാൻ ചെന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ കാണിക്കുമല്ല എന്ന് പറഞ്ഞു. ചേട്ടായിയുടെ കവിളിൽ തൂത്തും കൊടുത്തു, ഉപ്പിട്ട് ഞാൻ ചോറും കൊടുത്തു. ഓപ്പറേഷൻ ചെയ്ത് കഴിയുമ്പം ചിലപ്പം പഴയ രീതിയിൽ ഞാൻ എൻ്റെ ചേട്ടായിനെ തിരിച്ച് കിട്ടിയെന്ന് വരത്തില്ല. സംസാരിക്കാൻ ബുദ്ധിമുട്ടുകൾ കാണുമെന്ന് പറഞ്ഞു, പല്ലുകൾ എടുക്കുമെന്ന് പറഞ്ഞു. അതൊക്കെ ഡോക്ടർ പറഞ്ഞിരുന്നു മുൻകൂർ തന്നെ. പക്ഷേ ഓപ്പറേഷന് ഒരു കുഴപ്പവും വരുമല്ല എന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ ധൈര്യം കൊടുത്തു എൻ്റെ ചേച്ചിക്കും. അങ്ങനെ ഓപ്പറേഷൻ്റെ സമയമായപ്പോൾ ചേട്ടായിക്ക് എല്ലാവരെയും കാണണമെന്ന് പറഞ്ഞു. അപ്പം ഡോക്ടർമാർ വിളിച്ചു കഴിഞ്ഞപ്പോൾ വന്നോളാൻ പറഞ്ഞു, ഇങ്ങനെ കയറ്റിക്കൊണ്ട് വരുന്ന സമയത്ത് കാണാം. അങ്ങനെ ചേട്ടായിയെ കയറ്റിക്കൊണ്ട് വരുന്ന സമയത്ത് ഞാൻ അന്നേരവും ഈ ഉടമ്പടി തൈലോ എൻ്റെ കൈ കാശ് രൂപ ഞാൻ കൈ പിടിച്ചാണ് ചേട്ടായിനെ കാണാൻ പോകുന്നത്. ചേട്ടായിനെ ഓപ്പറേഷന് കയറ്റി കഴിഞ്ഞ് 5.5 മണിക്കൂർ നീണ്ട ഓപ്പറേഷനായിരുന്നു. അപ്പം ചേട്ടായിനെ ഓപ്പറേഷന് കയറ്റുമ്പോൾ ഞാൻ എൻ്റെ ചേച്ചിയുടെ കൂട്ടത്തിൽ തന്നെ നിൽക്കുമായിരുന്നു. അപ്പം പിന്നെ എന്നെ ചേട്ടായിനെ കാണണമെന്നുണ്ടെങ്കിൽ എനിക്ക് താഴെ ചെന്ന് നിന്ന് ലിഫ്റ്റ് വഴി ഇറക്കി വരുന്നത് കാണാം. അപ്പം ഞാൻ താഴോട്ട് ഇറങ്ങി പോയ നേരത്തിന് എൻ്റെ ചേച്ചി തന്നെയാണ് അവിടെ ഇരിക്കുന്നത്. എവിടെ നിന്നോ ഒരു ചേച്ചി ആരെയോ തപ്പി വരുന്നത് പോലെ വന്ന് എൻ്റെ ചേച്ചിയുടെ അടുത്ത് വന്ന് നിന്നിട്ട് പറഞ്ഞു, ഒന്നുകൊണ്ടും മോള് വിഷമിക്കണ്ട, എല്ലാ സൗഖ്യം വരും, മാതാവ് കാത്തുകൊള്ളും എന്ന് പറഞ്ഞ ഒരു കൃപാസനത്തിലെ പേപ്പർ എൻ്റെ ചേച്ചിയുടെ കയ്യിൽ കൊടുത്തു. തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും ഈ ചേച്ചി എവിടെ പോയെന്നോ ഒന്നും അറിയില്ല എൻ്റെ ചേച്ചിക്ക്. അവൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ അടുത്തൊരാൾ വന്നിട്ടുണ്ടായിരുന്നു, ഞാനിവിടെ വന്ന് ഞാൻ ചേട്ടായുടെ അസുഖം കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തോളാടി, നീ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞ് ചേട്ടായിനെ കാണത്തില്ല. ഓപ്പറേഷൻ കഴിഞ്ഞിറങ്ങി ചേട്ടായിക്ക് വീഡിയോ കോൾ ചെയ്ത് എന്നെ കാണണമെന്ന് പറഞ്ഞു. വീഡിയോ കോൾ ചെയ്ത് കണ്ടു. ഓപ്പറേഷൻ കഴിഞ്ഞ് ബയോപ്സി എല്ലാം അയക്കാൻ വീണ്ടും കൊടുത്തു. അത് കഴിഞ്ഞ് ചേട്ടായിനെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഇറക്കി വീട്ടിൽ 5-6 ദിവസത്തേക്കകം കൊണ്ടുവന്നു. അന്നേരം ചേട്ടായിനെ അങ്ങനെ കാണിക്കുമല്ല ആരെയും, ചേച്ചി മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, എനിക്ക് രാവിലെ ഞാൻ പണി ചെയ്യുന്ന കൂട്ടത്തിൽ ഞാൻ അച്ഛൻ്റെ ആരാധന ഇടുന്നുണ്ടല്ലോ, അത് ഞാൻ ഫോണിൽ കേട്ടോണ്ടാണ് 7:30 വരെയും ഞാൻ കേട്ടോണ്ട് പണി ചെയ്യും. 8:30 എനിക്ക് ജോലിക്ക് പോകണം. അപ്പം ഇത് ഞാൻ കേട്ട് കഴിയുന്നത് ഞാൻ എൻ്റെ ചേച്ചിക്ക് അയച്ചു കൊടുക്കും. പ്രത്യക്ഷ പ്രാർത്ഥനയല്ല, അവളോട് ഞാൻ പറയും, നീ പ്രാർത്ഥിച്ചോ, കുറഞ്ഞു കഴിയുമ്പം വന്ന് ഉടമ്പടി എടുക്കാം എന്ന് പറഞ്ഞ് അവൾ അങ്ങനെ പ്രാർത്ഥിച്ചു. ചേട്ടായുടെ റിസൾട്ട് വന്നു. റിസൾട്ടിനകത്തൊന്നും ഒരു കുഴപ്പവും ഇല്ല. അതിന് മുമ്പ് ക്യാൻസർ ആയിട്ടാണ് ഓപ്പറേഷൻ ചെയ്തത്. റിസൾട്ട് വന്ന് 2ാമത്തെ ബയോപ്സി എടുത്ത് അയച്ച ഇതിൽ ചേട്ടായിക്ക് ഒരു കുഴപ്പവും ഇല്ല. ഇനി ഇതിൻ്റെ പേരിൽ ഒരു മരുന്നും കഴിക്കണ്ട. ഇനി 3 മാസം കഴിഞ്ഞ് ചേട്ടായിക്ക് ചെക്കപ്പ് ചെയ്താൽ മതി. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അതിൻ്റേതായ അസുഖങ്ങളൊന്നുമില്ല. എല്ലാം പൂർണ്ണമായിട്ട് മാറി. എല്ലാത്തിനും അമ്മയ്ക്കും തിരുകുമാരനും നന്ദി പറയുന്നു. ഇന്നെൻ്റെ ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്.